Jai Hind and welcome back to NCC Cadets Visual Training. I am Third Officer J.S. George, AN of St. Joseph HSS Peravur under 1 Kerala Artillery Battery NCC Unit Thalassery. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് NCC, ഓർഗനൈസേഷൻ, ട്രെയിനിങ് ആൻഡ് NCC സോങ് എന്നിവ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുക ഇൻസെന്റീവ്സ് ടു കേഡറ്റ്സ്. സെൻട്രൽ ഗവൺമെന്റും വിവിധ സ്റ്റേറ്റ് ഗവൺമെന്റും NCC കേഡറ്റ്സിന് നൽകുന്ന പ്രോത്സാഹനങ്ങൾ, പ്രചോദനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുക ഇൻസെന്റീവ്സ് ടു കേഡറ്റ്സ്. NCC കേഡറ്റ്സിന് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും നൽകുന്ന ഇൻസെന്റീവ്സ് അല്ലെങ്കിൽ പ്രചോദനങ്ങൾ, പ്രോത്സാഹനങ്ങൾ എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ. എയിം to acquaint the class about the various incentives provided by central and state governments. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും നൽകുന്ന ഇൻസെന്റീവ്സ്, പ്രോത്സാഹനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ മൊഡ്യൂളിന്റെ എയിം എന്ന് പറയുന്നത്. പ്രിവ്യൂ. ഈ മൊഡ്യൂളിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 ഇൻസെന്റീവ്സ് പ്രൊവൈഡഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, പാർട്ട് 2 ഇൻസെന്റീവ്സ് പ്രൊവൈഡഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. പാർട്ട് 1ൽ സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന പ്രോത്സാഹനങ്ങൾ, പാർട്ട് 2ൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന പ്രോത്സാഹനങ്ങൾ. പാർട്ട് 1 ഇൻസെന്റീവ്സ് പ്രൊവൈഡഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. കൺസെഷൻ ഇൻ എംപ്ലോയ്മെന്റ്, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കൺസെഷൻസ്. ഒന്നാമത്തെ വേക്കൻസീസ് റിസർവ്ഡ് ഫോർ കമ്മീഷൻ ആസ് ഓഫീസേഴ്സ്. സി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനുള്ള വേരിയസ് റിസർവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിമാർക്സ്. എ. Army 64 seats per year. Indian Military Academy IMA for NCC certificate. After application, directly called for Service Selection Board SSB interview. Indian Military Academy 64 സീറ്റാണ് ഒരു വർഷം NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ളത്. C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്ട്ലി സർവീസ് സെലക്ഷൻ ബോർഡിന്റെ SSBയുടെ ഇന്റർവ്യൂ ആണ് നടക്കുക. റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ സി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് 10 സീറ്റ്സ് പെർ ഇയർ ഇൻ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി OTA. നോ UPSC എക്സാം, ഓൺലി SSB. OTA ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ 100 സീറ്റ്സ്, 100 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് സി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന്. അവർക്കും UPSC എക്സാം ഉണ്ടായിരിക്കില്ല, ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് SSBയിൽ. നേവി 6 സീറ്റ്സ് പെർ കോഴ്സ്, നോ UPSC എക്സാം, ഓൺലി നേവൽ SSB. നേവിയിൽ ഓരോ കോഴ്സിനും 6 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്, എക്സാം ഇല്ല, ഡയറക്റ്റ് SSB ഇന്റർവ്യൂ ആണ്. IAF ഇന്ത്യൻ എയർഫോഴ്സിൽ 10% ഇൻ ഓൾ കോഴ്സസ് ഇൻക്ലൂഡിംഗ് ഫ്ലൈയിങ് ട്രെയിനിങ് കോഴ്സസ്, നോ UPSC എക്സാം, ഓൺലി എയർഫോഴ്സ് SSB. ഇന്ത്യൻ എയർഫോഴ്സിൽ 10% സീറ്റ് ഇൻക്ലൂഡിംഗ് ഫ്ലൈയിങ് ട്രെയിനിങ് കോഴ്സസ് അടക്കം 10% സീറ്റ് ഇന്ത്യൻ എയർഫോഴ്സിൽ റിസർവ് ചെയ്തിട്ടുണ്ട്, നോ UPSC എക്സാം, ഓൺലി എയർഫോഴ്സ് SSB. ഇനി ആർമി, നേവി, എയർഫോഴ്സിലുള്ള റിസർവേഷൻ. NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആൻഡ് RD പരേഡ് എക്സംപ്റ്റഡ് ഫ്രം CEE കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ഇൻ സോൾജിയേഴ്സ് ക്ലർക്ക് ആൻഡ് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽസ്, soldiers technicals, and will be awarded 100% mark in lieu of CEE. NCCയിൽ C സർട്ടിഫിക്കറ്റും RD പരേഡിൽ പങ്കെടുക്കുകയും ചെയ്ത കേഡറ്റുകൾക്ക് സോൾജിയർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽസ്, സോൾജിയർ ടെക്നിക്കൽസ് എന്നീ പോസ്റ്റുകൾക്ക് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കില്ല. അവർക്ക് 100% മാർക്സ് ആണ് കോമൺ എൻട്രൻസ് എക്സാമിന് ലഭിക്കുക. അതുപോലെ NCC A സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ഗെറ്റ്സ് 5% ഓഫ് മാർക്സ് and NCC B certificate holders get 10% of marks. NCC A certificate ഹോൾഡറിന് 5% മാർക്കും NCC B സർട്ടിഫിക്കറ്റ് ഹോൾഡറിന് 10% മാർക്കുമാണ് കോമൺ എൻട്രൻസ് എക്സാമിനേഷന് ലഭിക്കുക. അടുത്തത് PMF പാരാമിലിറ്ററി ഫോഴ്സ്. 2 to 10 ബോണസ് മാർക്സ് അവാർഡഡ് ഫോർ റിക്രൂട്ട്മെന്റ്. 2 മുതൽ 10 വരെ ബോണസ് മാർക്സ് ആണ് പാരാമിലിറ്ററി ഫോഴ്സിലേക്കുള്ള സെലക്ഷനിൽ ഒരു NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡറിന് ലഭിക്കുക. വേക്കൻസീസ് റിസർവ്ഡ് ഫോർ നാഷണൽ കാഡറ്റ് കോർപ്സ്. നാഷണൽ കാഡറ്റ് കോർപ്സിൽ ലഭിക്കുന്ന എംപ്ലോയ്മെന്റ് കൺസെഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് NCC ഓൾ ടൈം ലേഡി ഓഫീസർ WTLOs
സിവിലിയൻ ഗ്ലൈഡിംഗ് ഇൻസ്ട്രക്ടേഴ്സ്, എയറോ ആൻഡ് ഷിപ്പ് മോഡലിംഗ് ഇൻസ്ട്രക്ടർ, ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ, ഓൾ ടൈം ലേഡി ഓഫീസർ, സിവിലിയൻ ഗ്ലൈഡിംഗ് ഇൻസ്ട്രക്ടേഴ്സ്, എയറോ ആൻഡ് ഷിപ്പ് മോഡലിംഗ് ഇൻസ്ട്രക്ടർ. NCC ഇവിടെയൊക്കെ വേക്കൻസി റിസർവ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, പ്രിഫറൻസ് ഇൻ സർട്ടൻ സ്റ്റേറ്റ്സ്. ചില സംസ്ഥാനങ്ങൾ ചില ജോലിയുടെ റിക്രൂട്ട്മെന്റ്സിന് NCC കാഡറ്റ്സിന് വേക്കൻസി റിസർവ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രി, സം ഇൻഡസ്ട്രീസ് ഗീവ് പ്രിഫറൻസ് ടു NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ഫോർ വേരിയസ് ജോബ്സ്. ചില ഇൻഡസ്ട്രിയിൽ NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് ജോലിയിൽ മുൻഗണന ലഭിക്കുന്നു. ഇനി ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പെൻഡിച്ചർ ഓഫ് NCC ട്രെയിനിങ് ഈസ് ബോൺ ബൈ ഗവൺമെന്റ്. NCC ട്രെയിനിങ്ങിന്റെ മുഴുവൻ ചിലവുകളും വഹിക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. ഫിനാൻഷ്യൽ എയ്ഡ് ഫോർ യൂണിഫോം. NCC കേഡറ്റിന്റെ യൂണിഫോമിനുള്ള ഫിനാൻഷ്യൽ എയ്ഡ്, സാമ്പത്തിക സഹായം മുഴുവനും നൽകുക ഗവൺമെന്റ് ആയിരിക്കും. നോ പേയ്മെന്റ് ഫോർ ക്യാമ്പ്സ്, പരേഡ്, അഡ്വഞ്ചർ സ്പോർട്സ് ഓർ ട്രാൻസ്പോർട്ടേഷൻ. ക്യാമ്പുകൾക്കോ പരേഡുകൾക്കോ അഡ്വഞ്ചർ സ്പോർട്സിനോ ട്രാൻസ്പോർട്ടേഷനോ യാതൊരു തരത്തിലുള്ള ചെലവും കേഡറ്റ്സിന് വഹിക്കേണ്ടതില്ല. റിഫ്രഷ്മെന്റ് ഡ്യൂറിംഗ് പരേഡ് ആൻഡ് ഓൾസോ മീൽസ് ഡ്യൂറിംഗ് ക്യാമ്പ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ്ങിൽ നടക്കുന്ന പരേഡുകൾക്ക് കുട്ടികൾക്ക് റിഫ്രഷ്മെന്റ്, ലഘുഭക്ഷണവും അതുപോലെ തന്നെ ക്യാമ്പുകളിൽ ഓൾസോ മീൽ, പോഷക ഗുണമുള്ള സമൃദ്ധമായ ഭക്ഷണവും നൽകുന്നു. വേരിയസ് കൈൻഡ്സ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓൾസോ ഗിവൺ. ചില സാഹചര്യങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും NCC കേഡറ്റ്സിന് ലഭിക്കുന്നു. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് സ്കോളർഷിപ്സ്. എന്തൊക്കെയാണ് സാമ്പത്തിക സഹായവും സ്കോളർഷിപ്സും നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ടു കാഡറ്റ്സ് പ്രൊവൈഡഡ് ബൈ കാഡറ്റ്സ് വെൽഫെയർ സൊസൈറ്റി CWS. ഇഞ്ചുറി, ഫെറ്റാലിറ്റി ഡ്യൂറിംഗ് NCC റിലേറ്റഡ് ആക്ടിവിറ്റീസ്. NCCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പുകളിൽ കേഡറ്റിന് ഇഞ്ചുറി, പരിക്കോ ഫെറ്റാലിറ്റി, ജീവഹാനിയോ സംഭവിക്കുകയാണെങ്കിൽ പ്രസ്തുത കേഡറ്റിന് CWSന്റെ കാഡറ്റ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നു. സ്കോളർഷിപ്പ്, അക്കാഡമിക്കലി ബ്രില്യൻ സ്റ്റുഡൻസ്. പഠന മേഖലയിൽ മികവ് തെളിയിക്കുന്ന കേഡറ്റ്സിന് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. ബെസ്റ്റ് കേഡറ്റ്സ് അവാർഡ് അറ്റ് ഈച്ച് ഗ്രൂപ്പ് ലെവൽ. ഓരോ ഗ്രൂപ്പ് ലെവലിലും കേഡറ്റുകൾക്ക് ബെസ്റ്റ് കേഡറ്റ് അവാർഡ് ലഭിക്കുന്നു. CWS സ്കോളർഷിപ്പ് ഓഫ് ₹6,000 ഫോർ 1,000 NCC കേഡറ്റ്സ്. ഒരു വർഷം 1000-ഓളം NCC കേഡറ്റുകൾക്ക് ₹6,000 CWS കാഡറ്റ്സ് വെൽഫെയർ സൊസൈറ്റി സ്കോളർഷിപ്പായി നൽകുന്നു. സഹാറ സ്കോളർഷിപ്പ് ഓഫ് ₹12,000 ഫോർ SD ആൻഡ് SW. സീനിയർ ഡിവിഷൻ, സീനിയർ വിംഗ്സ് കേഡറ്റുകൾക്ക് സഹാറ സ്കോളർഷിപ്പായ 12,000 ₹12,000 ലഭിക്കുന്നു. നൗ പാർട്ട് 2, ഇൻസെന്റീവ്സ് പ്രൊവൈഡഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് വൈസ് ഇൻസെന്റീവ്സ്. പ്രിഫറൻസ് ബൈ വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു B and C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ്. B and C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനുള്ള പ്രിഫറൻസസ്. റിക്രൂട്ട്മെന്റ് ഇൻ ഫോളോയിങ് ഡിപ്പാർട്ട്മെന്റ്സ്: പോലീസ് സർവീസസ്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ഫോർ ഗേൾസ് കാഡറ്റ്സ്, നഴ്സസ്, റിസപ്ഷനിസ്റ്റ്, ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ്. പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും വ്യത്യസ്തമായ രീതിയിലാണ് NCC കേഡറ്റിനുള്ള ഇൻസെന്റീവ്സ് നൽകുക. അഡ്മിഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. മെനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹാവ് റിസർവ്ഡ് സ്പെഷ്യൽ കോട്ട ടു ദി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ഫ്രം NCC. NCC സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നു. ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സസ്, LLB കോഴ്സസ്, ഗവൺമെന്റ് പോളിടെക്നിക് ആൻഡ് എഞ്ചിനീയറിംഗ് കോളേജസ്, മെഡിക്കൽ കോഴ്സസ്, ഇതുപോലുള്ള പല എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ്സും NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് സമാപിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുകയാണ്. തുടർന്നുള്ള ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ജയ് ഹിന്ദ്.